ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണി പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയെങ്കിലും ആ ഒരു ഗുണ്ട ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കുക. അപ്പോഴേക്കും കല്യാണിയെ കാണുകയും ചെയ്യാണ്. കല്യാണിയെ കണ്ട ഉടനെ തന്നെ കല്യാണിയെ കുത്താനായിട്ട് ഇയാൾ പാഞ്ഞു ചെന്നതും ഇയാളെ തള്ളി താഴെ ഇടുകയാണ് കല്യാണി. അതിനുശേഷം അയാളെ ഫോൺ അവിടെ നിന്ന് തെറിച്ചു പോകും. അപ്പോൾ ലൈറ്റും കെട്ടുപോവാണ്. പിന്നെ ഇരുട്ടത്ത് അയാൾക്കൊന്നും കാണാനും പറ്റിയില്ല. ആ സമയത്താണ് ഷാരി കുറുക്കനെ വരുന്നത്. ഈ ഷാരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഗുണ്ടയുടെ കയ്യിൽ കിട്ടിയത് ഷാരിയാണ്. ആ ഷാരിയുടെ പള്ള നോക്കി കത്തി അങ്ങോട്ട് കയറ്റുകയാണ് ഗുണ്ട. ഷാരിയാണെങ്കിൽ വാ പൊത്തിപ്പിടിച്ചിട്ട് എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കുത്തിയായിട്ട് അങ്ങോട്ട് വീഴുകയാണ്. ആ തക്കം നോക്കി ഈ ഗുണ്ട അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാണ്. പെട്ടെന്ന് തന്നെ കല്യാണി ഓടിച്ചെന്ന് മെയിൻ സ്വിച്ച് ഓണാക്കിയാണ്. ഓണാക്കിയപ്പോൾ കല്യാണി കണ്ട കാഴ്ച ഈ ഷാരി കുത്തേറ്റ് പെടഞ്ഞ് വീഴുന്ന ആ ഒരു രംഗമാണ്. കല്യാണി ഷാരി ഇങ്ങനെ കുത്തേറ്റ് വീഴുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണി ആണെങ്കിൽ ആൻറ്റി എന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ്. ഷാരി ആണെങ്കിൽ വേദന കൊണ്ട് തൻ്റെ വയറും പൊത്തി പെടഞ്ഞങ്ങോട്ട് വീഴുകയാണ്. കല്യാണി ഓടി ചെല്ലുകയാണ്. ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കവിളി തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് നമ്മുടെ ഷാരിയുടെ ആ ഒരു ബോധമൊക്കെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ. പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണി കിരണിനെ വിളിക്കുകയാണ്. അപ്പോൾ കിരണ് വിളിക്കേണ്ട താമസം തന്നെ കിരൺ ഓടിപ്പാഞ്ഞത്. കിരണും അതേപോലെ തന്നെ രതീഷും കൂടിയാണ് അവിടെ വന്നെത്തുന്നത്. അങ്ങനെ കിരൺ ചോദിക്കുകയാണ്, എന്താ കല്യാണി, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആരിവിടെ കടന്നു കൂടിയെന്നും അതേപോലെ തന്നെ എന്നെ കുത്തനെ വന്നത്, പക്ഷെ കുത്തേറ്റത് നമ്മുടെ ഷാരി ആൻറ്റിക്കാണെന്നും ഇപ്പോഴത്തെ രക്തം ഒരുപാട് പോയി കിരണേട്ട, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നൊക്കെ കിരണിനോട് പറയുകയാണ്. അപ്പോൾ കിരൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഷാരി ആൻറ്റിക്ക് ബോധമൊന്നുമില്ല, രക്തം ഒരുപാട് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക കിരണേട്ട എന്ന് കല്യാണി ആവർത്തിച്ച് പറയുക. അങ്ങനെ ഇവർ രണ്ടും കൂടി പൊക്കി വണ്ടി കയറ്റി നേരെ ഷാരിയെ കൊണ്ടുപോകണം. അപ്പോൾ കല്യാണി ഞാനും വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ വരണ്ട എന്ന് കിരൺ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം. കല്യാണിയാണെങ്കിൽ അടുക്കള വാതിലെല്ലാം നല്ല രീതിയിൽ തന്നെ പൂട്ടിയിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയും ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരൈവിന് ഒരു മനസ്സമാധാനമില്ല. വെളുപ്പാങ്കാലമായി. എന്നിട്ടും സരീനൊരു മനസ്സമാധാനം ഇല്ലാതെ എന്തായെന്നൊരു വിവരവും ഇല്ലല്ലോ. ഞാൻ അയാളോട് പറഞ്ഞാണല്ലോ അവളെ കുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ എന്നെ അറിയിക്കണമെന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞാണല്ലോ. എന്നിട്ട് എന്താ ഒരു വിവരവും പറയാത്തത്? ഇതിപ്പോൾ എന്താ അറിയുക? അങ്ങനെ ഈ കല്യാണിയല്ല, നമ്മുടെ സരയു നേരെ ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. അപ്പോൾ സരയുവിൻ്റെ പ്രതിച്ഛായയാണ് അവിടെ കാണുന്നത്. പ്രതിച്ഛായയാണെങ്കിൽ മോന്തയും വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗമാണ് നമ്മുടെ സരയു കാണുന്നത്. അപ്പോൾ ഈ പ്രതിച്ഛായയോട് തന്നെ സരയു ചോദിക്കുകയാണ്, അവൾ മരിച്ചിട്ടുണ്ടാവോ? അതെന്താ ഒരു വിവരം അറിയാത്തത്? പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സരയുവിന് മനസ്സിലായി അത് ഈ താരയാണ്. അപ്പം ചോദിക്കുക, നിങ്ങൾക്ക് ഉറക്കമില്ലേ? ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വന്നാണല്ലേ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഞാൻ കഥക് തുറക്കില്ല, നിങ്ങൾ പോകാൻ നോക്ക്. ചുമ്മാ മനുഷ്യനാണെങ്കിലും ഒരു ടെൻഷൻ അടിച്ചാൽ ഒരു വഴിയില്ലാതെ നിൽക്കുക. ആ സമയത്ത് ഉറക്കമില്ലാതെ എൻ്റെയും കൂടി സമാധാനം കളയാൻ വേണ്ടി കഥകിൽ വന്നിങ്ങനെ മുട്ടിക്കോളും. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ സരയു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും താര അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും സരയു വന്നിങ്ങനെ ഈ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട്, ഞാനൊന്ന് മെസ്സേജ് അയച്ചാലോ, അയാളെ വിളിച്ചാലോ? വേണ്ട, അങ്ങനെ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് അത് വേണ്ട. എനിക്ക് എൻ്റെ കിരണിനെ സ്വന്തമാക്കാനുള്ളതാ. ഞാനാണിതിന് പിന്നിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കിരൺ എന്നേക്കുമായി എന്നെ വെറുക്കും. അതെനിക്ക് താങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാകും. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ നന്നായിട്ട് നേരം വെളുത്തതിന് ശേഷം സെറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുക. സെറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും താര വന്നിട്ട് ചായ കൊടുക്കുക. ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണമെന്ന്. എനിക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ താര പറയുന്നുണ്ട്, മോളെ നീ ചായ കുടിക്കുന്നു. ഞാൻ ചായ കുടിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല, ഞാനൊരു മാനസികാവസ്ഥയിലല്ല നിൽക്കുന്നത്. നിങ്ങളൊന്ന് പോകാൻ നോക്ക്. അപ്പോഴും സര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, പക്ഷേ എന്താണെന്ന് അറിയാതെ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ ദൈവമേ എന്നിങ്ങനെ വിചാരിക്കുമ്പോഴാണ് കിരൺ ഓടിപ്പാഞ്ഞ് എത്തുന്നത്. അപ്പോൾ കിരൺ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അറിയാത്തതുപോലെ സരയു നിൽക്കുകയാണ്. അപ്പോൾ കിരണിൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയു ചോദിക്കുകയാണ്, എന്താ കിരണേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ സരയു, ഞാൻ നിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. അതെ, ഒരു കാര്യം ഉണ്ടായിരുന്നു.
ഇന്നലെ തന്നെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ നിന്നെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് ഞാൻ ചിന്തിച്ചു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്താ കിരണേ, എന്താ സംഭവിച്ചത്? അതെ, ഇന്നലെ രാത്രി വീട്ടിലേക്ക് ഒരാൾ ഇടിച്ചു കയറി വന്നപ്പോൾ അയാൾ കല്യാണിയെ ലക്ഷ്യമാക്കിയാണ് വന്നത്. കല്യാണിയെ കുത്താനായിട്ട് അയാൾ ഓടിച്ചിട്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും കല്യാണി മെയിൻ സ്വിച്ച് ഓഫാക്കിയിരുന്നു. ആ സമയത്ത് കല്യാണിയുടെ പള്ളയ്ക്ക് കയറേണ്ട കത്തി ശാരി ആൻറ്റിയുടെ പള്ളയ്ക്കാണ് കയറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരയു കിളി പോയൊരവസ്ഥ നിൽക്കുക, വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കും തോറും അവരവർ തന്നെയാണ് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോക്കിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് സരയു. അപ്പോൾ കിരൺ പറയണ, നീ പേടിക്കണ്ട സരയു, ആൻറ്റിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറേ രക്തമൊക്കെ വാർന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ICUലാണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. ഏതായാലും കല്യാണിക്ക് കുത്തേക്കേണ്ടതായിരുന്നു. കല്യാണിക്ക് ആ ഒരു കുത്തും കൂടി ഏറ്റിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെടില്ലായിരുന്നു. കാരണം ഒരു പ്രാവശ്യം കുത്തേറ്റ് ഒരുപാട് രക്തങ്ങളെല്ലാം പോയതാണ്. ഇപ്പം റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ കല്യാണി. ആ സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തവും കൂടി ഉണ്ടായത്. കല്യാണി കേൾക്കേണ്ട കുത്ത് ഇപ്പോൾ ശാരി ആൻറ്റിക്കാണ് ഏറ്റിരിക്കുന്നത്. സരയു, നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും താരയാൻറ്റി വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സരയു ആണെങ്കിൽ വേണ്ട, അമ്മ ഏതായാലും വരണ്ട, ഞാൻ വന്നാൽ മതി. എന്തിനെല്ലാവരും കൂടി? അമ്മ ഏതായാലും ICUലല്ലേ, അപ്പോൾ പിന്നെ എല്ലാവരും കൂടി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ മാത്രം വന്നാൽ മതി എന്ന് കിരണിനോട് പറയണം. എങ്കിൽ ശരി, നീ തന്നെ വാ. എങ്കിൽ പിന്നെ കിരണെ, ഞാനൊന്നേ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു നേരെ അകത്തേക്ക് കയറിപ്പോവുകയാണ്. അകത്തേക്ക് കയറിപ്പോയി വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഭയങ്കര അരിശത്തോടെ നിൽക്കണം. അപ്പോൾ ഈ പ്രതിച്ഛായ സരയുനോട് സംസാരിക്കണം, നീ എന്തൊരു ജന്മം, നിനക്കൊരു ഭാഗ്യമില്ല. കാരണം ആ കല്യാണിയെ കൊല്ലാനായിട്ട് നീ ഓരോ ആൾക്കാരെ വിടുമ്പോഴും അവർ തന്നെയാണ് മരണപ്പെടുന്നത്. കല്യാണിക്ക് ഒരാപത്തും സംഭവിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? നിനക്ക് കിരണിനെ കിട്ടുമോ എന്നുള്ളൊരു സംശയത്തോടു കൂടി തന്നെയല്ലേ നിൽക്കുന്നത്. പക്ഷേ എന്തൊക്കെ വന്നാലും സരയു, നീ വിട്ടുകൊടുക്കരുത്. നീ കിരണിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ കിരണിനെ സ്വന്തമാക്കിയിരിക്കണം. അതാണ് നിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നീ പിന്നോട്ട് പോകാനായിട്ട് പാടില്ല സരയു എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതിച്ഛായയോട് തന്നെ പറയണം, അതെ, എനിക്ക് എൻ്റെ കിരണിനെ വേണം. കല്യാണിക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇനി കല്യാണിയെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന്. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ കിരൺ ആണെങ്കിൽ താരയോട് സംസാരിക്കുകയാണ്. ആൻറ്റിക്ക് എന്താ പറ്റിയത്? ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ആൻറ്റിക്ക് സങ്കടം? അല്ലെങ്കിലും ആൻറ്റിയുടെ മുഖത്ത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സങ്കടം തന്നെയാണല്ലോ. ആൻറ്റിക്ക് എന്താ സംഭവിച്ചത്? ആൻറ്റി എന്താണെങ്കിലും തുറന്ന് പറ. ഒന്നുമില്ല എന്ന് താര പറയുകയാണ്. ഇല്ല, ആൻറ്റിക്ക് എന്തോ ഉണ്ട്, ആൻറ്റിയുടെ മനസ്സിൽ എന്തോ സംഭവമുണ്ട്, അതുകൊണ്ടാണ് ആൻറ്റി ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ശാരി ആൻറ്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടാണോ? അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നല്ലേ പറഞ്ഞത്. കല്യാണിക്ക് കേൾക്കേണ്ട കുത്താണ്, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു സരയും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ തീരെ പിടിച്ചില്ല. അപ്പോൾ സരയു പറയണ, വേറൊന്നുമല്ല, അമ്മയ്ക്ക് ഇതെല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ, ഇനി അമ്മ സ്നേഹിക്കുന്നവരും അമ്മയ്ക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അമ്മയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്. എങ്കിൽ പിന്നെ കിരണെ, നമുക്ക് പോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി സരയു, പോകാം. ആൻറ്റി സങ്കടപ്പെടണ്ട കേട്ടോ, എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. ആൻറ്റിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ആൻറ്റി ഇടയ്ക്കൊക്കെ വീട്ടിലേക്കൊക്കെ ഒന്ന് ചെല്ല്. അതല്ലേ നല്ലത്. കിരണെ, ഇനി വർത്താനം പറഞ്ഞ് നിൽക്കേണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സരയു കിരണെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. താരയ്ക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം അറിയാൻ പാടില്ലാത്തൊരവസ്ഥ, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കല്യാണിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്തു, എന്ത് ചെയ്യാനാണെന്ന് നമ്മുടെ ഈ താരയ്ക്ക് പോലും അറിയില്ല. അവരോട് സത്യങ്ങൾ തുറന്ന് പറയാനും പറ്റൂല. അങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങനെ തല പുകഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണിയാണെങ്കിൽ ഇങ്ങനെ വരാതിലിരിക്കുമ്പോൾ കല്യാണിക്ക് ഒരു മെസ്സേജ് വരികയാണ് ഫോണിലേക്ക്. അത് താരാൻറ്റിയുടെ മെസ്സേജ് ആയിരുന്നു. മോളെ, നീ സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. കല്യാണിക്ക് ഈ ഒരു സംശയം കൂടി വരികയാണ്. എന്തുകൊണ്ടായിരിക്കും താരാൻറ്റി അങ്ങനെ ഇട്ടിട്ടുണ്ടാവുക എന്നാണ് കല്യാണി അവിടെ ചിന്തിക്കുന്നത്. അപ്പോഴാണ് കിരൺ വരുന്നത്. അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ചോദിക്കുകയാണ്, കിരണേട്ട എങ്ങനെയുണ്ട് ശാരി ആൻറ്റിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കല്യാണി.
ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ബ്ലഡ് പോയി. എന്നിട്ട് ഞാനും രതീഷും കൂടി കുറേ ബ്ലഡുകളെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും നമ്മുടെ കഷ്ടകാലമൊന്നും മാറിയിട്ടില്ല. കഷ്ടകാലം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശത്രുക്കളൊക്കെ മരിച്ചെങ്കിലും പക്ഷേ കഷ്ടകാലം നമ്മളെ വിട്ടുപോയില്ല. അതുകൊണ്ടാണല്ലോ അമ്മ ഹോസ്പിറ്റലായത്. ഇപ്പോൾ ഷാരി ആൻറ്റിക്ക് കുത്തേറ്റ് കിടക്കുന്നതും. അതുകൊണ്ട് കഷ്ടകാലം മാറിയിട്ടില്ല കല്യാണി എന്ന് കിരൺ ഇങ്ങനെ പറയുമ്പോൾ കല്യാണി പറയാണ്, എനിക്ക് ഇപ്പോൾ താര ആൻറ്റിയുടെ ഒരു മെസ്സേജ് വന്നായിരുന്നു കിരണേട്ടൻ ഇത് നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കണം. മോളെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആൻറ്റി അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത്? അങ്ങനെ ഒരു മെസ്സേജ് ഇടേണ്ട കാര്യമില്ലല്ലോ കിരണേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും നീ പറഞ്ഞ സത്യം തന്നെയാണ്. ചിലപ്പോൾ ഇതായിരിക്കും. കാരണം അത് സ്വാഭാവികമാണല്ലോ, നിന്നെ കുത്താൻ വേണ്ടിയാണല്ലോ ആ ഗുണ്ട വന്നത്. എന്നിട്ട് കുത്തേറ്റത് ഷാരി ആൻറ്റിക്ക്. അത് വഴിതെന്നി പോയതല്ലേ, അതുകൊണ്ടാണ് നീ ഇനി സൂക്ഷിക്കണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് താര ആൻറ്റി മെസ്സേജ് അയച്ചത്. എന്നാലും കിരണേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ താര ആൻറ്റിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കിരണേട്ട, എന്തൊക്കെയോ സങ്കടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാൻ കല്യാണി, ഞാൻ താര ആൻറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സരയു ഇപ്പോൾ ഹോസ്പിറ്റലാണല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് വിടാൻ നേരത്ത് സരയുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. താര ആൻറ്റി ഇവിടെ നിന്ന് കുറച്ച് റിലാക്സ് ഒക്കെ ആവട്ടെ. പിന്നെ താര ആൻറ്റിക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിച്ച് കൊടുക്കേണ്ട കടമയുണ്ട് കല്യാണി എന്ന് പറയാണ്. അതെ കിരണേട്ടൻ പോയി കൊണ്ടുവരണം താര ആൻറ്റിയെ. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ വരട്ടെ കിരണേട്ടൻ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട, നീ ഏതായാലും വരണ്ട കല്യാണി, നീ ഇവിടെ നിന്നോ. ഇപ്പോൾ ഏതായാലും വന്നാൽ ശരിയാവില്ല. ഞാൻ ഏതായാലും താര ആൻറ്റിയും കൊണ്ട് ഇങ്ങോട്ട് വരികയല്ലേ, അപ്പം അത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ കിരൺ അവിടെ നിന്ന് നേരെ പോവാണ്. നേരെ പോയത് താരയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ താരയോട് ഇരിക്കുക ആൻറ്റി ഇരിക്കുക, ഞാൻ ആൻറ്റിയുടെ ചില കാര്യങ്ങളെല്ലാം ചോദിക്കട്ടെ. ആൻറ്റിയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ട്, ആൻറ്റിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമുണ്ട്. അതെന്താണെന്ന് എന്നോട് പറയണം, എന്നാലല്ലേ എനിക്കത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻറ്റിയുടെ മനസ്സിൽ എന്താണ് സങ്കടം? ഒന്നുമില്ല എന്നൊക്കെ താര പറയാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞാലൊന്നും ഞാനത് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ആൻറ്റിയുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത് ആൻറ്റി ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. കല്യാണിയെക്കുറിച്ച് ഓർത്തിട്ടാണോ ആൻറ്റിക്ക് സങ്കടം? അതുകൊണ്ടല്ലേ ആൻറ്റി മെസ്സേജ് അയച്ചത്. അപ്പോൾ താരയൊന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം കല്യാണിയെക്കുറിച്ച് ഓർത്ത് ആൻറ്റിക്ക് ഭയങ്കര ഒരു സങ്കടമാണെന്ന്. ഒരു കാര്യം ചെയ്യ്, ആൻറ്റി ഇവിടെ നിൽക്കണ്ട. ആൻറ്റി ഏതായാലും കല്യാണിയുടെ കൂടെ പോയി അവിടെ നിൽക്കുന്നേ. അവിടെ നിന്നാൽ ശരിയാവുമല്ലോ. അയ്യോ വേണ്ട എന്ന് താര പേടിച്ച് പറയണേ. വേണ്ടെന്നോ? അതെന്താ കുഴപ്പം? എന്താ കാര്യമെന്ന്? മോളെ വിട്ടു വരാൻ പറ്റാത്തത് കൊണ്ടാണല്ലേ? സരയുന്ന് നോക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സരയുവിനോട് പറയാം, ആൻറ്റിയും സരയും കൂടി വന്ന് അവിടെ നിൽക്കാനായിട്ട്. അയ്യോ വേണ്ട എന്ന് വീണ്ടും പേടിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ സരയുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിക്ക് ഒരു പേടി പോലെ. എന്താ അവൾ എന്തെങ്കിലും കാരണവശാൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താര പറയാണ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കിരൺ അവിടെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. എനിക്ക് മനസ്സിലായ ആൻറ്റി, സരയുവിനെയും കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം സരയുവിന് ഇപ്പോൾ രണ്ടമ്മമാരാ, ഒന്ന് വളർത്തമ്മയും ഒന്ന് പെറ്റമ്മയും. പിന്നെ ആൻറ്റിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ സരയുവിനെ വളർത്തിയത് ഷാരി ആൻറ്റി ആണല്ലോ. എല്ലാ സ്നേഹവും പരിഗണനയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയത് ഷാരി ആൻറ്റി തന്നെയാണ്. അതിനുശേഷമല്ലേ ആൻറ്റിയെ കാണാനായിട്ട് തുടങ്ങിയത്. അത് സരയു വലുതായി കല്യാണം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ വന്നാലും കണ്ടിട്ടില്ലേ, ഒരു ശ്രീകൃഷ്ണൻ്റെ കഥ തന്നെ കേട്ടിട്ടില്ലേ? ശ്രീകൃഷ്ണന് പെറ്റമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? പോറ്റമ്മയാണ്. കാരണം പോറ്റമ്മയുടെ സ്നേഹവും ലാളനയൊക്കെ കണ്ടാണ് ശ്രീകൃഷ്ണൻ വളർന്നത്. അതും ആൻറ്റിക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ കുറച്ച് സ്നേഹം ഷാരി ആൻറ്റിയോട് കൂടുതൽ കാണിച്ചെന്ന് വിചാരിച്ച് അതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആൻറ്റി എന്ന് പറയണം. എനിക്കൊരു സങ്കടമില്ല എന്ന് താര ഇങ്ങനെ ആംഗ്യം കാണിച്ചെങ്കിലും എനിക്കറിയാം ആൻറ്റിക്ക് സങ്കടം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ കല്യാണി എവിടെയുണ്ടോ അവിടെ ഓടിയെത്തുന്ന ആളായിരുന്നു താര ആൻറ്റി. ഇപ്പോൾ കല്യാണിയോടുള്ള സ്നേഹമെല്ലാം പോയോ? കല്യാണിയോട് ഇപ്പോൾ തരി പോലും സ്നേഹമില്ലേ ആൻറ്റിക്ക് എന്ന് ചോദിക്കുമ്പോഴും താര ഒന്നും മിണ്ടുന്നില്ല അവിടെ. അങ്ങനെ പറയാ ആൻറ്റിയുടെ കൊച്ചുമോള് അവിടെയാണ്. ആ കൊച്ചുമോളെ പോലും കാണാനുള്ള ആഗ്രഹമില്ല ആൻറ്റിക്ക്. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ കഴിയാലോ. എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോൻ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താര അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കണം. ശരി, ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഏതായാലും പൊയ്ക്കോളാം, ആൻറ്റിയെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നുമില്ല, അത്രയും പോരെ
എനിക്കത്രേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ആൻറ്റിയുടെ മനസ്സിലിരിപ്പം ഞാൻ കണ്ടുപിടിക്കും. ഞാൻ വരുന്നുണ്ട്, ആൻറ്റിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് ആൻറ്റിയുടെ മനസ്സിലുള്ള സകല രഹസ്യങ്ങളും ഞാൻ കണ്ടുപിടിക്കോട്ടോ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് ഇറങ്ങി നേരെ കല്യാണം അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്താ കിരണേട്ടാ താരയാൻറ്റി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും താരയാൻറ്റി വന്നില്ല എന്നും എന്തോ മനസ്സിൽ വിഷമമുണ്ടെന്നൊക്കെ കല്യാണിയോട് പറയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ കിരണേട്ടാ, എന്തൊക്കെയോ ആരുടെ മനസ്സിൽ വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ, അതേതായാലും കണ്ടുപിടിച്ചേ മതിയാവുള്ളെന്നും കല്യാണിയും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.